നീ പിന്നെ എന്റെ അവസ്ഥ കണ്ട് ചിരിക്കുവാണല്ലേ? ഓക്കെ, നിന്നെ നോക്കി ഞാൻ ചിരിക്കണ്ടെങ്കി ഇതാ ഇത് പിടിക്ക്. വേണ്ട, പറഞ്ഞില്ലേ? വാങ്ങ്. താങ്ക് യു. അതിരിക്കട്ടെ, നീ പോയ കാര്യം എന്തായി? ഇനി ഒരിക്കൽ കൂടി കാശ് ചോദിച്ചാൽ തന്റെ തലമണ്ട അടിച്ചു പൊടിക്കും ഞാൻ. താലി കെട്ടി അവന്റെ മുഖത്തോക്കി അവള് പറഞ്ഞ കേട്ടില്ലേ? കൊന്നളയും ഞാൻ. എടോ, താൻ കെട്ടിയ താലി ഉണ്ടല്ലോ, അത് താൻ തന്നെയല്ല മാർവാടി കടയിൽ കൊണ്ടുവച്ച് മൂക്കറ്റം കുടിച്ചത്. കള്ളുടിക്കാൻ 30 രൂപ അവള് പറയണേട്ടില്ലേ? എങ്ങോട്ട് വാടി. തന്റെ കൂടെ ജീവിച്ച് എനിക്ക് മതിയായിടോ. താനൊന്നും ഒരിക്കലും നന്നാവില്ല. എനിക്ക് തന്നെ കാണണ്ട. പോയി തോലി, എവിടെയെങ്കിലും പോയി തോലി. എന്ന നീ തല്ലിയോ? നീ നോക്കിക്കോ, ഒരു ക്വാർട്ടർ അടിച്ചിട്ട് വൈകിട്ട് ഞാൻ ഒരു വരവ് ഇങ്ങോട്ട് വരും. കണ്ടോ സാറേ, കെട്ടിയോനെടുത്തിട്ട് ഇടിക്കുന്ന ഇവളെ പോലുള്ള അടുത്തൊക്കെ നമ്മളെങ്ങനെ ജീവിക്കും? നോക്ക്, നിങ്ങൾ ഒത്തൊരുമയോടെ ജീവിക്കാൻ ശ്രമിക്കണം. അതിനെ പറ്റില്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്ക്. എന്താ സാറേ പറയണേ? അവളെ പിരിഞ്ഞ് ഒരു നിമിഷം ഞാൻ ജീവിക്കില്ല. അവള് സ്നേഹമുള്ളവളാ. എന്നെ പോലെ കെട്ടിയിട്ട് അവളെ അനുഭവിക്കുക. ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ രാത്രി എവിടെ കുടിച്ചു പെടുത്ത് കിടന്നാലും കണ്ണുറക്കുന്ന എന്റെ വീട്ടിലായിരിക്കും. അവളെപ്പോലെ എന്നെ സ്നേഹിക്കാൻ മറ്റാരും ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. ഞാനൊന്ന് വിഷമിച്ച അവളാകെ തകർന്നു പോകും സാറേ. സാറേ, അവൾ എന്നെ തല്ലും, തോഴിക്കും. അത് ആ സമയത്ത് എന്നെ തീരും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളെ ജീവന തുല്യ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ഒരാളെ കിട്ടിയാൽ അവരെ വിഷമിപ്പിക്കുന്നത് തെറ്റാ. അഥവാ അവരെ നമ്മൾ വിട്ട് കളഞ്ഞ അങ്ങനെ ഉള്ളൊരു വിഡ്ഢി ലോകത്ത് കാണില്ല. സാറേ, അവളെന്നെ ഇത്രയൊക്കെ അടിച്ചിട്ടും അവള് വിഷമിക്കുന്നത് കണ്ടോ? ഇതൊക്കെയാ സാറേ ജീവിതം. ഞാൻ വരട്ടെ സാറേ, ബൈ. നമ്മളെ ജീവന തുല്യ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ഒരാളെ കിട്ടിയാൽ അവരെ വിഷമിപ്പിക്കുന്നത് തെറ്റാ. എന്തു പറ്റി ഇവന്? ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അതെ, ഹലോ, എന്തു പറ്റി നിനക്ക്? അയ്യോ, ഓക്കേ, ശരി, വെള്ളം കുടിക്ക്.
ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അഖിൽ, യുവർ ഇൻ മൈ ടെറിട്ടറി, യുവർ മൈ റെസ്പോൺസിബിലിറ്റി. നിനക്ക് എന്ത് വേണം എന്ത് വേണ്ടെന്നുള്ളത് ഞാനായിരിക്കും ഡിസൈഡ് ചെയ്യുക, നീ അല്ല. ശരി, അറ്റ്ലീസ്റ്റ് എന്തിനാ ഇത് വാങ്ങിച്ചെന്നെങ്കിലും ഒന്ന് പറയേ. ഓക്കെ, എന്നാ നീ കേട്ടോ. നമ്മുടെ മനസ്സിന് ഒരുപാട് ഇഷ്ടം തോന്നുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കുമ്പോ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നും. ഇപ്പൊ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ആളാരാന്ന് ചോദിച്ചാ അത് നീ തന്നെയാ. സോ റൂൾസ് പ്രകാരം നീ സന്തോഷിക്കുക വേണ്ടത്, ഡൗട്ട്സ് ചോദിക്കരുത്. എവിടെയാ സന്തോഷം എന്ന് കാണട്ടെ. എന്താ കേറുന്നില്ലേ? എനിക്കിവിടെ ഒരു 5 മിനിറ്റത്തെ പണിയുണ്ട്. നീ പോയിക്കോ, ഞാൻ നമുക്ക് വന്നോളാം. പോവാ, ഒന്ന് കേറുന്നുണ്ടോ? നമുക്ക് പിന്നെ കാണാം. യു ഗോ. എന്നാ ആയിക്കോട്ടെ, ബൈ. ലാവണ്യ എന്റെ മേൽ കാണിക്കുന്ന കൺസേൺ, അവൾ പറയുന്ന ഓരോ വാക്കുകളും, അതിലുള്ള സ്നേഹം, അതുകൊണ്ടാണ് എനിക്ക് അവളോട് ഒരുപാട് സ്നേഹമുള്ളതും. അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അവളുടെ മനസ്സിൽ സ്ഥാനം നേടാൻ ഞാൻ ആഗ്രഹിച്ചു. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ആഗ്രഹം സാധ്യമാക്കാൻ കഴിയുമായിരുന്നില്ല. അത് വെറും ആഗ്രഹമായി തന്നെ നിലകൊണ്ടു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയായ ജനസേവകൻ ഗൻ ഗുട്ടപ്പന് തന്നെ നൽകണം. ഇപ്രാവശ്യം ജയിക്കും തോന്നില്ലട്ടാ. ശരിയാ, എതിർകക്ഷിയിലേക്ക് ആള് ഭയങ്കരനാ. ഗൺ ചിഹ്നത്തിൽ വോട്ട് ചെയ്യൂ, നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കൂ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏതോ ഒരു ഗ്രഹം ലഗ്നത്തിൽ നിന്നുകൊണ്ട് ദേഷ്യത്തിലാണ് നോക്കുന്നത്. എന്നോട് ദേഷ്യോ? നിങ്ങൾ എന്ത് പരിശ്രമിച്ചാലും ഈ ഇലക്ഷനിൽ ജയിക്കില്ല. ഇരിക്ക്. കാരണം ആ ഗ്രഹം കോപാകുലനാണ്, ദൈവനശ്യം എന്നല്ലാണ്ട് എന്താ പറയാ. അതിന് ഞാൻ ദൈവത്തിന് ഒരു കുറവ് വരുത്തിയിട്ടില്ലല്ലോ തിരുമേനി. ഞാൻ നോക്കട്ടെ. ഞാൻ ദൈവത്തിനോട് നിങ്ങളുടെ കാര്യം പറഞ്ഞു കേട്ടോ. നിങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് റെക്കമെൻഡും ചെയ്തിട്ടുണ്ട്. അതിനുടൻ തന്നെ അദ്ദേഹം ഒരു ശക്തി അയക്കുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞതറിയോ. തിരുമേനി, ഇലക്ഷന് ഒരാഴ്ച ബാക്കിയുള്ളൂ. അതിനു മുമ്പ് ഭസ്മമോ പൂവോ ശംഖോ എന്താണെന്ന് വെച്ചാ എടുത്തോണ്ട് വാ. ഞങ്ങളെ കൈവിടരുത് തിരുമേനി. നോക്കട്ടെ, കാത്തിരിക്കാം. ആ ശക്തിയെ തന്നെ. ആർക്കു വേണ്ടി കാത്തിരിക്കാൻ? കാത്തിരിക്കുന്നേ. പറ. കാലായ തസ്മൈ. ആരാ ഇത് കാലായ പസ്മൈ? ശുക്രൻ, രാശി, ഇതൊക്കെ ആരാണ്? അവൻ വലിയ പുള്ളിയാണ്, പാലായിലാണ് താമസിക്കുന്നത്. അതെയോ? ഇവന്മാരെയൊക്കെ എവിടെ കണ്ടാലും പൊക്കിയെടുത്ത് എന്റെ മുമ്പിൽ കൊണ്ടുവരണം. പോയിടാ, എന്താണ് നോക്കിക്കുന്നത്? പോയി കൊണ്ടുപോടാ. രാശിയൊക്കെ ചാക്കാക്കി വേഗം കൊണ്ടുപോടാ, പോടാ. ആഹാ, എത്ര നല്ല ആൾക്കാരാ. ഇത്രയൊക്കെ നടന്നിട്ട് സമാധാനപരമായി സ്വപ്നം കണ്ടിരിക്കുന്ന കണ്ടില്ലേ? അതെ, ശത്രുക്കള് മറ്റാരുമല്ല, എന്റെ കൂടെ തന്നെ ഇരിക്കുന്നവന്മാരാ. ആ പേട്ട് കളവ് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഞാനിനി ഒരിക്കലും കസേര കാണില്ലെന്ന്. അണ്ണാ, ആരോ വന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയ കാര്യം മാത്രമേ. ഇമ്പോർട്ടന്റ് എന്ന് നീ പറയണ്ടടേ, ഞാൻ പറഞ്ഞോളാം. സോറി അണ്ണാ. എന്റെ പൊന്നെ, നിങ്ങൾ പൊക്കോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ചേട്ടാ, എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കണം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരി, നീ പറഞ്ഞോ. ചേട്ടാ, പേഴ്സണലാണ്, രാഷ്ട്രീയ കാര്യമാണ്. 7ാം ക്ലാസ്സിൽ കോപ്പി അടിച്ച് തോറ്റുപോയ എനിക്ക് വരെ അറിയാം പേഴ്സണൽ എന്ന് പറഞ്ഞ എന്താണെന്ന്. നിനക്കൊന്നും മനസ്സിലായില്ലടാ. എഴുന്നേറ്റ് പോയണ്ട കേടങ്ങന്മാരി. എന്താ നീയാ? ഇത്തവണ നിങ്ങൾ ഇലക്ഷനിൽ ജയിക്കുന്ന കാര്യം ഡൗട്ടാ ചേട്ടാ. രാവിലെ മുതൽ ഓരോരുത്തന്മാര് വന്നിട്ട് പറയുക എന്റെ കസേര പോവുന്ന്. അത് കേട്ടപ്പോ മുതൽ എന്റെ ട്രൗസർ അഴിഞ്ഞു പൊക്കോണ്ടിരിക്കുക. ഡൗട്ടല്ല നീയ,
കൺഫേമാ. എവനോ ഒരുത്തൻ ഫോറിൽ നിന്ന് വന്നതാ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന്. എസിയില് പെണ്ണുങ്ങളുമായിട്ട് സുഖിച്ചിരിക്കാതെ ഇവിടെ വന്ന് ജയിക്കാൻ വേണ്ടി കോടിക്കണക്കിന് കാശ് ആൾക്കാർക്ക് വാരി വിതറിക്കൊണ്ടിരിക്കുക. സിഗരറ്റും ചാരായവും മറ്റും എല്ലാം കൊടുത്ത് ജയിച്ച എന്റെ കാര്യം പോക്കാ. ചേട്ടാ ഒരു മിനിറ്റ്, ഈ തവണ ഇലക്ഷന് ഞാൻ ചേട്ടനെ ജയിപ്പിച്ചാലോ? എങ്ങനെ? കൺഫേം. ഇത്തവണ ഇലക്ഷന് ചേട്ടൻ ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതിന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. നല്ലൊരു ഐഡിയ ഉണ്ട്. ഹലോ QTV. 6 കോടി ജനങ്ങൾ നിന്റെ ചാനൽ ഒരേ സമയത്ത് കണ്ടാൽ എങ്ങനെയുണ്ടാവും? സൂപ്പർ ആയിരിക്കും സാർ. എന്താ സാറാ ന്യൂസ്? ഗൺകുട്ടപ്പയെ പറ്റി. ഇത് അഡ്വാൻസ് ആണോ? അതെ സാറേ. ഇത്തവണ നിങ്ങൾ ക്രിമിനൽ ബുദ്ധി കാണിക്കാൻ പാടില്ല, അതുപോലെ കാശും തൊടാൻ പാടില്ല. എവിടെയായിരുന്നു ഇത്രയും കാലം? എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു മുത്തേ? സാർ, ആരാടാ നീ? സാർ എന്താ സാർ ഈ കാണിക്കുന്നത്? സാർ ദുബായിലെ ഏറ്റവും വലിയ പണക്കാരനാണ് സാർ ഇദ്ദേഹം. ഏത് ദുബായി? സാർ, 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 എവിടത്തെ സാർ, ദുബായി? സാർ, ആരാടാ നീ? സാർ, ഞാൻ ആരാണെന്ന് അറിയോ? സാർ, ഞാൻ വഞ്ചകനല്ല, ജനസേവകനാ. സാർ, ആ മിണ്ടിപ്പോകരുത്. സാർ, എന്താ ഞാൻ ചെയ്യുന്നത്, സാർ? ജീവിക്കുന്നത് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാ. ഞാൻ മരിച്ചാലും അത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. മനസ്സിലായോ? എനിക്കാണ് അവൻ കുറെ കുണുവേം കൊണ്ട് വന്നിരിക്കുന്നത്. വേണ്ട. ഞാൻ എന്റെ ഉടുതുണി പിടിച്ച് സത്യം ചെയ്യാ, ഞാൻ കൈക്കൂലി വാങ്ങില്ല, വാങ്ങില്ല, വാങ്ങില്ല. ആ, എന്താ സാർ ഈ പറയുന്നത്? ഒന്നുകൂടെ പറയാ, ഞാൻ കൈക്കൂലി വാങ്ങില്ല, വാങ്ങില്ല, വാങ്ങില്ല. നമ്മുടെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാമിലേക്ക് ഓ മൈ ഗോഡ് ഗുഡപ്പയെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ശില്പ. ഈ നാടിനെ തന്നെ വിറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്തയനുസരിച്ച് ഗൺ ഗുഡപ്പയ്ക്ക് കൈക്കൂലി നൽകാൻ വന്ന 2 പേരെ തല്ലി ഓടിച്ച് തനിക്ക്